പെണ്ണുങ്ങളെ മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ട്, എന്ന് കുറച്ച് ആണുങ്ങളെയും പറയാം. അപ്പൊ എന്താക്ക, നല്ല വൃത്തി ഉണ്ടാക്കുക, നല്ല വൃത്തി. ഞമ്മക്കറിയുന്നില്ല, ഞമ്മ സംസാരിക്കുമ്പോ നമ്മുടെ വായിൽ നിന്ന് ബാഡ് സ്മെല്ലാണോ ഞമ്മക്കറിയുന്നില്ല. ചില ആൾ ഞമ്മ മുണ്ടുമ്പോ ദൂരെ പോകുന്നത്, നിക്കപ്പോ നീ ഓടൊക്കെ വന്നിട്ട് അവനെ പിടിച്ചോണ്ട് പോകണ്ട, നമ്മള് ബായി നാറിയിട്ട് ബായിനപ്പുറം അങ്ങനെ വിചാരിച്ചോണ്ടെങ്കായി. പണ്ട് നല്ല നല്ല മനുഷ്യന്മാരല്ലോ വിഷയം പറയുമ്പോ ടവല് കൊണ്ടാ മറ്റോ പൊത്തിയിട്ടൊക്കെ സംസാരിക്കുന്നത് ഒക്കെ നല്ലതാണ്, സൂക്ഷ്മതയാണ്. നമ്മൾ ചിലപ്പോ അപ്പൊ ഞങ്ങൾക്ക് നമ്മ പരേന്ന് വരുമ്പോ ബ്രഷലാക്കിയിട്ട് വന്നതല്ലേ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കുറെ നേരം ഉണ്ടാതിരുന്നാൽ തകയുറാകും, ചിലപ്പോ സ്മെല്ല് വരാനിടയുണ്ട്. അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇടക്കടെ പല്ല് തേക്കുക, നഖങ്ങളൊക്കെ വൃത്തിയാക്കുക, താടിമീശയൊക്കെ വൃത്തിയായി വെട്ടിച്ചുരുക്കി വൃത്തിയോടെ വെക്കുക. ചുരുക്കി എല്ലാം വൃത്തിയാക്കേണ്ട എല്ലാ ഇടങ്ങളിലും മനോഹരമായി വൃത്തിയാക്കി നല്ല തേച്ചുരച്ച് കുളിക്കുക. എപ്പോഴല്ലെങ്കിലും നല്ല വൃത്തിയോടെ. ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങനെ ശീലിക്കുക. പെണ്ണുങ്ങളുടെ വേഷവിധാനം അങ്ങനെ തന്നെ ആയിരിക്കുക. ആ ഇട്ട നൈറ്റിയത് പിന്നെ മാറ്റാനില്ലാത്ത പോലത്തിൽ എല്ലോ അതിലെന്നെ ആ രൂപത്തിലാകാതെ നല്ല വേഷവിധാനം. മംഗളത്തിന് പോകുമ്പോ എന്ത് കെട്ടപ്പു അല്ലെ, മെരിച്ചെടുത്തേക്ക് പോകുമ്പോൾ പോലും ലിഫ്റ്റിക്ക് ഇടുന്ന പെണ്ണുങ്ങൾ ഇടുന്നുണ്ടാലോ. ടൗൺ ഏരിയകളുടെ വിഷയമല്ല പറയുന്നത്. മംഗളത്ത് മെരിച്ചെടുത്തേക്ക് പോകുമ്പോഴും പൗഡർ ഇട്ടിട്ട് പോകുന്നത് എന്തിനീ, മയ്യത്ത് കണ്ടിട്ട് പേടി കെട്ടു. മെരിച്ചേരത്തേക്ക് പോകുമ്പോഴും പൗഡർ ഇതെല്ലാം ഇട്ടിട്ട് ക്രീമെല്ലാം ഇട്ടിട്ട് പോന്നെങ്കിൽ പിന്നെ ഒരവസ്ഥ എന്തെന്ന് നമുക്ക് പറയാനുള്ളത്. മെരിച്ചേരത്തേക്ക് പോകുന്നൊരു ബേജാറിൽ കണ്ണോക്കിന് അടുത്ത സംബന്ധമുള്ളിടത്തേക്കല്ല പോന്നെ. ആർക്ക് പോകുമ്പോഴും ക്രീമും പൗഡറെല്ലാം ഇട്ടിട്ട് നല്ല ബാഗെല്ലാം ഇട്ടോണ്ട്, ഈ ബാഗിൽ എന്തിന്റെ 4 പാമ്പേഴ്സും 2 കുപ്പി ഇതില്ല ബാഗിൽ, ബാഗ് ഇട്ടോണ്ട് പോകുമ്പോൾ 100 പൗണ്ട് പൊന്ന് ഒളിയെത്തിക്കൊണ്ട് പോകുന്ന പത്ര അങ്ങനത്തെ അല്ല. നല്ല വൃത്തിയോടെ എപ്പോഴും നല്ല വീട്ടിൽ ഒരു പെണ്ണായവളുടെ വൃത്തിയും സൗന്ദര്യവും സന്തോഷവും കാണേണ്ടത് അവളുടെ ഭർത്താവായവളാണ്, അവന്റെ മുമ്പിലാണ്. ഒരാണായവൻ അണിഞ്ഞൊരുങ്ങേണ്ടത് അവളുടെ ഭാര്യയുടെ മുന്നിലാണ്. പിന്നെ പള്ളിയിൽ നിസ്കാരത്തിന്, പെരുന്നാളിന്, മറ്റുള്ള സംരംഭങ്ങൾക്ക് അങ്ങനെയൊക്കെയാണ്. നല്ലോണം കാത്തു സൂക്ഷിക്കണം. അല്ലാഹു തആല വൃത്തിയോടെ, നല്ല വൃത്തിയോടെ ജീവിച്ച് ഇസ്സത്തോടെ മുസ്ലിമായി ജീവിച്ച് ഇസ്സത്തോടെ മുഅ്മിനായി മരിക്കാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണം. അല്ലാഹ് പുറം നല്ല ശുദ്ധിയാക്കണം, വീട് നല്ല വൃത്തിയാകണം, പാത്രങ്ങളെല്ലാം കഴുകി വെക്കണം, ബാത്റൂമുകളെല്ലാം വൃത്തിയോടെ സൂക്ഷിക്കണം, കിച്ചനുകൾ എപ്പോഴും ആര് വന്നാലും ഇല്ലെങ്കിലും അല്ലെ, അങ്ങനല്ലേ, ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും എപ്പോഴും വൃത്തിയോടെ സൂക്ഷിച്ചാൽ അവിടെ ആരില്ലെങ്കിലും റഹ്മത്തിന്റെ മാലാഖമാർ, റഹ്മത്തിന്റെ മലക്കുകൾ അവിടെ ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് വീടും പരിസരവും നീ വൃത്തിയാക്കി ഇടക്കടെ ഒന്ന് കുന്തിരിക്കം പുകച്ച് അല്ലെങ്കിൽ ലോബാൻ പൊതിച്ച് വീട്ടിന്റെ പരിസരങ്ങളിലുള്ള മോശമായ സ്മെല്ലുകൾ ദൂരത്താക്കി നല്ല ചെടികൾ നട്ടുപിടിപ്പിച്ച് പ്രാണികൾ എന്തെങ്കിലും വീട്ടിൽ വളർത്തി വൃത്തിയോടെ കാത്തു സൂക്ഷിക്കാൻ കഴിയണം. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഖൈർ നൽകണം. അല്ലാഹ് മറ്റൊന്ന് നമ്മുടെ ആന്തരികമായ വൃത്തിയാണ്. ഉസ്താദ് ഇവിടെ ഓതി വെച്ചല്ലോ, സലീമായ ഖൽബ്. നമ്മുടെ ഖൽബിൽ അസൂയയില്ല, അഹങ്കാരമില്ല, പകയില്ല, വിദ്വേഷമില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള ഒന്ന്. അതിന്റെ കൂടെ അമറനി ബിഹുബ്ബിൽ മസാക്കീൻ, ഹബീബ് തങ്ങൾ പറഞ്ഞു പാവങ്ങളെ ഹുബ്ബ് വെക്കണം, കൽബിന് വിനയം വരാൻ, കൽബ് സോഫ്റ്റ് ആവാൻ, കൽബ് പ്രകാശിക്കാൻ, പാവങ്ങളെ സ്നേഹിക്കുക. ഇന്ന് ഫാമിലി, കുടുംബം എന്നെല്ലാം പറഞ്ഞെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമായി പോയി, പൈസക്കാർ മാത്രം സംബന്ധമായി പോയി, പൈസക്കാർക്ക് മാത്രം എല്ലായിടത്തും ബഹുമാനം, പാവപ്പെട്ടവരാർക്കും വേണ്ട, പാവപ്പെട്ടവൻ ആരും അല്ലെ. ഇന്നിപ്പോ ഷെയ്ക്കാൻഡ് ചെയ്യുന്നിടത്തെല്ലാം വ്യത്യാസമുണ്ട്. പൈസക്കാരന് കൊടുക്കുന്ന കൈ അത് 1.5 കൈ പിടിച്ചിട്ട് കുലുക്കിയിട്ടെല്ലാം പിടിച്ചിട്ടല്ല, ഒരു പിടിക്കലും കുലുക്കലും ഒരു ആളാകലും. പാവപ്പെട്ടവൻ ഇങ്ങോട്ട് വരുമ്പോ ഇസ്ലാം ആടെ തന്നെ ടാട്ടാക്കി കളക്കുന്ന പോ, നീ പറഞ്ഞു ഇങ്ങോട്ട് കയ്യൊന്നും തരാൻ പറഞ്ഞാൽ അങ്ങനെയാ അവരത് പാവങ്ങളെ സ്നേഹിക്കണേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി ചൊല്ലൊരു സ്വലാത്ത്, സ്വലാത്തുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. പാവപ്പെട്ടവനായി ജീവിച്ച് പാവപ്പെട്ടവരായി മരിച്ച് പാവങ്ങളോടുകൂടെ സ്വർഗത്തിൽ കടക്കാൻ റബ്ബിനോട് ദുആ ചെയ്ത ഒരേ ഒരു നേതാവ്. മിസ്കീനായി ജീവിച്ച് മിസ്കീനായി മരിച്ച് മിസ്കീന്മാരുടെ കൂടെ സ്വർഗത്തിൽ കടക്കണമെന്ന് പ്രാർത്ഥിച്ച നേതാവ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പാവങ്ങളുടെ മഹത്വം. നാളെ റഅയ്തുൽ ജന്ന,
ഞാൻ സ്വർഗം കണ്ടു. ഫകാന അമ്മത്തു മൻ ദഖലഹാ, സ്വർഗത്തിൽ കൂട്ടം കൂട്ടമായി കയറിക്കൊണ്ടിരിക്കുന്നത് അൽ മസാകീൻ, പാവങ്ങളാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാവങ്ങൾക്ക് മഹത്വമുണ്ട്. പാവങ്ങളെ സ്നേഹിച്ചോ, പാവങ്ങളെ ഇഷ്ടം വെച്ചോ, അവരോട് നീ അടുത്തോ. അമറനീ അന്നൻദുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി. നമ്മൾ നോക്കേണ്ടത് വലിയ വലിയവരിലേക്കല്ല, വലിയ വലിയ ആഡംബരത്തിൽ കഴിയുന്നവർ, നമുക്കവരോട് അസൂയ വരാൻ അയൽവാസിയുടെ വീടല്ല നോക്കേണ്ടത്, അയൽവാസിയുടെ വലിയ വലിയ വീടല്ല. ഫലസ്തീനി മക്കൾ ഒരു നേരത്തെ വെള്ളത്തിനായി വെള്ളം കൊടുക്കുമ്പോ ഇന്ത്യയിൽ നിന്നവിടെ ഫലസ്തീനിലേക്ക് വെള്ളം എത്തിച്ചപ്പോ ഒരു കാല് വെള്ളം കിട്ടിയപ്പോ ആ പൊന്നുമക്കളുടെ മുഖത്തിലെ പുഞ്ചിരി കണ്ടോ, അവരുടെ സന്തോഷം കണ്ടോ. എന്തേ അവർക്ക് തേനല്ല കിട്ടിയത്, സ്വർണമല്ല, വെള്ളിയല്ല, പണമല്ല, നോട്ടുകെട്ടല്ല, കുടിവെള്ളം, കുടിവെള്ളമാണ്. കുടിവെള്ളം കിട്ടിയ പൊന്നുമക്കളുടെ ആ മുഖത്തിന്റെ ചിരിയും സന്തോഷവും ജസാക്കല്ലാ പറച്ചിലുകളും കാണുമ്പോ കണ്ണു നിറഞ്ഞു പോകുന്നില്ലേ? ഉമ്മല്ലാത്ത മക്കൾ, ഉപ്പല്ലാത്ത മക്കള്, സഹോദരങ്ങൾ ആരുമില്ലാത്തവർ, കുടുംബങ്ങൾ ആരുമില്ലാത്തവർ, വീടില്ലാത്തവർ, ഒന്നുമില്ലാത്ത പൊന്നുമക്കള്, അവരിലേക്കൊന്ന് തിരിഞ്ഞു നോക്ക്, അവരിലേക്കൊന്ന് തിരിഞ്ഞു നോക്ക്. നീ നോക്കേണ്ടത് നിന്നെ കാട്ടിയും താഴെയുള്ളവരിലേക്കാണ്. സാമ്പത്തികമായി, ശാരീരികമായി, എല്ലാത്തിലും നിന്നെ കാട്ടിയും താഴെ തട്ടിലുള്ളവരാരോ അവരിലേക്ക് നീ നോക്കണേ. അബൂദർ തങ്ങളോട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നിന്റെ അസൂയ കെട്ടുപോകും, നിന്റെ അഹങ്കാരം കെട്ടുപോകും. നടക്കാൻ നമുക്ക് റബ്ബ് കാല് തന്നു, കൈ തന്നു, കണ്ണ് തന്നു. വല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്നാ. നമുക്കെല്ലാം തന്ന ഖാലിഖായ റബ്ബ് നമ്മുടെ നാവിൻ തുമ്പത്ത് മാത്രം 9000 സെല്ലുകളാണ് റബ്ബ് തആല പടച്ചിട്ടുള്ളത്. ഈ പുറം നാവിൽ മാത്രം 9000 കോശങ്ങൾ, സെല്ലുകൾ ഖാലിഖായ റബ്ബ് സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബിന്റെ പടപ്പിന്റെ അത്ഭുതം എത്രയാണ് അല്ലേ? നടക്കാൻ കാലില്ലാത്തവർ, സംസാരിച്ച് കേൾക്കാത്തവർ, കണ്ണിന് കാഴ്ചയില്ലാത്തവർ, ക്യാൻസർ ബാധിച്ചവർ, ഇവരിലേക്കൊന്ന് കണ്ണ് തിരിച്ചു നോക്ക്. അപ്പോഴറിയാം നിന്റെ കാലിന്റെ മഹത്വം, കണ്ണിന്റെ മഹത്വം, കാതിന്റെ മഹത്വം അല്ലേ? അത്ഭുതമാണ്. അല്ലാഹു മരിക്കുന്നത് വരെ ആഫിയത്തോടെ ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. കാതിലൊക്കെ ഇട്ട് തിരിക്കുമ്പോ നമുക്കറിയില്ലേ ഈ കാതിന്റെ മഹത്വം എന്താണ്? ചിലക്ക് ഭയങ്കര സുഖാണ് ഈ കാതിലേക്ക് ഇട്ട് തിരിക്കൽ അല്ലേ? ഇടയ്ക്ക് ഒരാളോട് നിങ്ങൾക്ക് ഏറ്റവും സുഖമുള്ള പരിപാടി എന്ത്? അയാൾ പറഞ്ഞ് കുളിച്ചിട്ട് വന്നിട്ട് കാതിലേക്ക് ബഡ്സിട്ടിട്ട് തിരിക്കുന്നത്ര കോസി ഒരു സമാധാനം വേറെ ഏലുമില്ല അല്ലെ? ഓരോരുത്തരുടെ ഒരു ഹോബിയാണ് അല്ലെ? ചില ആൾക്ക് അങ്ങനത്തെ സുഖം. ചിലക്ക് ഇങ്ങനെ മൂക്കിലേക്ക് ഇട്ടിട്ട്, പെണ്ണുങ്ങൾ ചില ആൾക്കെല്ലാം മൂക്കിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഷാണ്ടെത്തി തിരുമ്പിയിട്ട് ഇങ്ങനെ അങ്ങനെ ഇട്ടിട്ട് കയറ്റി തുമ്മല്, അത് ഭയങ്കര സുഖാണ്. ചില ആൾക്കൊരു ഇവിടെ തുമ്മലില്ലേ, തുമ്മാനല്ല തുമ്മലില്ലേ, സുബ്ഹാനല്ലാഹ്. തുമ്മലറിയാല ഇല്ല? അതാ അങ്ങനെ കേട്ടപ്പോൾ ഇടക്ക് ഉറങ്ങുന്ന ആളാരോ എണിച്ചു നോക്കി ഇതെന്താ ഇവിടെ, അങ്ങനെയാണ് എന്റെ കണക്ക്. അല്ലാതെ തുമ്മലില്ലേ എന്നറിയാത്തോണ്ടെന്നല്ല. ആരെങ്കിലും ചെറിയ മയക്കത്തിലുണ്ടെങ്കിൽ ഇടെന്തോ ഒരു കുഴപ്പമായിക്കൊണ്ടെങ്കിൽ എണിക്കാൻ വേണ്ടിയിട്ടാന്ന് ചോദിക്കും. തുമ്മൽ, തുമ്മൽ അല്ലാഹുവിന് ഇഷ്ടാണ്. തുമ്മണം, തുമ്മണമെന്നിലേക്ക് മൂക്കിലേക്ക് പൊടി വലിച്ചിട്ട് തുമ്മണം നല്ല ഇല്ലേ? തുമ്മൽ വന്നിട്ട് തുമ്മിയാൽ നല്ലതാണ്. പക്ഷെ ഇടക്കിടക്ക് ഇങ്ങനെ മൂക്കിലേക്ക് ഇതെല്ലിട്ടിട്ട് ഇപ്പൊ ഇങ്ങനെ ഉണ്ട് ചില ആളുകൾ തുമ്മൽ മുടക്കുന്ന ആളുകൾ. മന്നാവുൽ ഖൈർ എല്ലാം മുടക്കുന്ന. ഇപ്പൊ പുതിയതായിട്ട് അറിഞ്ഞു നോക്കുമ്പോ ഇപ്പത്താൾ തുമ്മുമ്പോ അപ്പത്താൾ തപ്പിച്ചിട്ട് തുമ്മുന്നതിന് ഇല്ലാതാക്കുന്നു. പാടില്ല. തുമ്മാ മുട്ടിയോൻ തുമ്മണം. തുമ്മിയ ദ്വാരക്കുന്ന സദസ്സില് തുമ്മിയങ്ങ് ഉത്തരം കിട്ടുന്നു. മുന്നത്തെ വരുന്നത്തെ ഉസ്താദ് ജലിച്ചു പോയാല പിറ്റെന്ന് ഒരാൾ ഇപ്പുറത്ത് ദ്വാരക്ക തുടങ്ങും, അപ്പുറത്ത് തുമ്മാൻ തുടങ്ങിയല്ലോ. പക്ഷെ കേട്ടെ എന്ത് വിഷയത്തിന്റെ വേളയിൽ ഇന്നലെ ഉസ്താദ് ജലി തുമ്മിങ് ദുവാക്ക് ഉത്തരം ഉണ്ട്. അങ്ങനെ മൂക്കിന്റെ പൊടി കൊടുത്ത് വലിച്ചിന ദുവാക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിട്ട് പഠിച്ചവനെ തോപ്പിക്കാൻ വേണ്ടി മൂക്കിലേക്ക് പൊടി വലിച്ചിട്ട് തുമ്മുന്ന കഥയല്ല. തുമ്മുന്നത് നല്ലതാണ്, കോട്ടുവായിടുന്ന നല്ലതല്ല. അത് ഇബ്ലീസിന് ഇഷ്ടമാണ്, അത് റബ്ബിന് ഇഷ്ടമല്ല. അതാണ് കോട്ടുവായിടുന്ന. ഔദു ബില്ലാഹി
മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞിട്ട് ബായ പൊത്തുന്നത് അതിനാണ്. ഇന്ന് അത് മോഡലായി. ഇന്ന് ബായലോ എല്ലാം കഴിഞ്ഞിട്ടുള്ള ശൈത്താനല്ല ബാറ്റിനുള്ളിലേക്ക് എത്തിയ പിന്നെ എന്താക്കുന്ന സുറൂന്ന് പിന്നെ ബായ് എന്താക്കുന്ന പുറത്ത് പറഞ്ഞ നീ ബാറ്റിന്റെ ഉള്ളിലേക്ക് ഗാസ്ട്രിക് ആയിട്ട് അപ്പുറത്തല ബാൻ. അങ്ങനെയല്ല. ഈ ശൈത്താൻ ഉള്ളോട്ട് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പ് ബായടച്ച് കൈപൊത്തിയിട്ട് ഔദു ചൊല്ലുന്നതാണ്. തുമ്മുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. തുമ്മുന്നത് മുടക്കാൻ പാടില്ല. തുമ്മുന്നതിനത് ഭാര്യയാവട്ടെ ഭർത്താവട്ടെ ഒരാളുടെയും തുമ്മൽ മുടക്കാൻ പാടുള്ളതല്ല. തുമ്മുന്നത് ഖൈറാണ്, തുമ്മുന്നത് നല്ലതാണ്. തുമ്മുമ്പോ ശബ്ദം കുറച്ച് കുറക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ചില ആള് തുമ്മിയ തുമ്മല്ല, അടിച്ച സ്പ്രേ ഇടി നാട്ടുകാർക്ക് തേച്ചു മതിയാവും. അങ്ങനത്തെ അടി അടിച്ചിട്ടാണ് തുമ്മൽ. ചില ആള് തുമ്മുന്നത് കേട്ടാ കിടാക്കളെല്ലാം നെട്ടിച്ചടിച്ചിട്ട് പോകും. അങ്ങനത്തെ ശബ്ദവും പാടില്ല. ഒന്ന് ശബ്ദം കുറച്ചിട്ട് തുമ്മുക. പള്ളിയിലും പരിസരത്തൊക്കെ ആണെങ്കിൽ ചില പഞ്ചാധിക ചോറ് വെച്ചുകൊണ്ടിരിക്കുമ്പോ ബായിൽ വെച്ചിട്ട് പഞ്ചാധിക ആക്കിയിട്ട് അതിന്റെ ഒക്കെ തുമ്മി എന്തായി തേച്ചും പോയി, അവന്റെ ഡ്രസ്സും പോയി, അവന്റെ ഭക്ഷണവും പോയി. ആ രൂപത്തിലാകാൻ പാടില്ല. ഏതുവാകട്ടെ റബ്ബ് തആല സംവിധാനിച്ചിട്ടുള്ള എന്തൊക്കെ സംവിധാനങ്ങളാ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. തുമ്മുന്നത് ഖൈറാൻ. തുമ്മിയാൽ ആ സദസ്സിലെ ദുആക്ക് ഉത്തരമുണ്ട്. തുമ്മിയാൽ നല്ലതാണ്. അങ്ങനെയൊക്കെയുണ്ട്. അതൊന്നും അന്ധവിശ്വാസമല്ല. തുമ്മുന്നതില് ഖൈറുണ്ട്. വായടക്കടക്ക് പുളക്കുന്നതില് ഖൈറില്ല. വായ വിളക്കുന്നതില് ഖൈറില്ല. വായ വിളക്കാതെ അല്ലെ അപ്പുറത്തിരിക്കുന്നവര് അതിന്റെ ബാക്കി അപ്പുറം അങ്ങനെ അങ്ങനെ അങ്ങനെ. കാരണം ശൈത്താൻ ഇതിലൂടെ സഞ്ചരിച്ച് പ്രവർത്തിക്കുകയാണ്. ഈ ബാവളക്കുന്നതിൽ ഖൈറില്ല. അങ്ങനെയാണ് ഖുർആൻ തുറന്നു വെച്ചിട്ട് ഇങ്ങനെ ബാവളക്കുക. കുത്തുബോധുമ്പോ ഇങ്ങനെ ബാവളന്നിട്ട് കുത്തുബ കേൾക്കുക, എന്നിട്ട് ഉറങ്ങുക. ഒരാളിൽ അങ്ങനെയുണ്ട്. എന്റെ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു നിസ്കാരം ഭയങ്കര സ്പീഡ്, നിസ്കാരം അത്തയ്യാത്ത ഓതാൻ കിട്ടുന്നില്ല. അങ്ങനെ അന്വേഷിക്കാൻ പറഞ്ഞു. എല്ലാവരും അത്തയ്യാത്തല്ല ഓതാൻ കിട്ടുന്നു. അപ്പൊ ഇയാൾക്ക് എന്നെ മതിയാന്നില്ല. പിന്നെ നോക്കുമ്പോ ഇയാൾ അത്തയ്യാത്ത ഇരുന്നിട്ട് ഉറങ്ങുന്ന മനുഷ്യൻ. ഇയാൾക്ക് ഉറക്കും അത്തയ്യാത്ത രണ്ടുമാണ്. ഒന്ന് അത്തയ്യാത്ത ഓതണില്ലെങ്കിൽ ഉറങ്ങണം. ഉറങ്ങിയും മോശമില്ല. വേഗം സലാം വീട്ടിയതല്ല. അങ്ങനല്ല പയ്യൊക്കെ ഉറങ്ങി രണ്ടിട്ടാമത് സലാം വീട്ടിട്ടാണ്. പിന്നെ ഇയാൾക്ക് അത്തയ്യാത്ത ഓതാൻ സമയമുണ്ട്. അങ്ങനെയുണ്ട് ചില ആളുകളെല്ലാം. ഉറങ്ങുന്നതിന് കേട് ജാഗ അങ്ങനത്തെ എന്തില്ല. ചില ആൾക്ക് ഉറങ്ങുന്ന കുറെ സമയമാണൊന്നുമില്ല. ഏടിയാകുമ്പോ ഒട്രാസി എങ്ങനെങ്കിലും ഉറങ്ങിട്ട് എത്തിപ്പെട്ടാൽ മതി. അങ്ങനെയൊന്നും ആവരുത്. ദിക്റിന്റെ മജ്‌ലിസിൽ നമ്മൾ ഉറങ്ങാൻ പാടില്ല. ഖുത്ബ ഓതുമ്പോൾ ഉറങ്ങാൻ പാടില്ല. ചിലരെല്ലാം പറയുന്നു ഉസ്താദ് ഇന്നത്തെ ഖുത്ബ കുറച്ചു മതിയല്ലേ. എന്തേ നാലൊരു തൂങ്ങിട്ട് എണിക്കുമ്പോഴേ ഖുത്ബ തീർന്നിട്ടായിരുന്നു. അവന് ബിസി തന്നെ അറിഞ്ഞിട്ടില്ല. ഈ ഉറങ്ങിയ ആളാണ് വലിയ ആളാണ്. പിന്നെ എണിച്ചിട്ട് എല്ലായിടത്തും ചിലയിടത്തല്ല അങ്ങനെയുണ്ട്. കുത്തുബിയത്തിന് ഇറങ്ങിയ ഉസ്താദ് തൊട്ട് എങ്ങനെയുണ്ട്. ഇന്നത്തെ മജ്‌ലിസ് 1.5 മജ്‌ലിസ്. എന്തേ നിന്നിട്ട് കുത്തുറങ്ങിയ അയാള് ഫസ്റ്റ് ഉറങ്ങിയ ലാസ്റ്റ് എണിച്ചിട്ട് നല്ല മജ്‌ലിസ് എല്ലാം അയാൾക്ക് അത്ര അങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞു. നിന്നിട്ട് അത്ര ബാലൻസ് അയാളെ താക്കത്ത് സമ്മതിക്കണ്ടേമോ. അങ്ങനെ നല്ല ഇടങ്ങളിലുള്ള ഉറക്ക് ദാരിദ്ര്യം വരാനിട വരും. ഖൈലൂലത്തിന്റെ വറക്ക്, സുന്നത്തായ വറക്ക്, ആരോഗ്യത്തിന് ബറക്കത്തുള്ള വറക്ക്, ളുഹുർ ബാങ്കിന് മുമ്പുള്ള ഖൈലൂലത്തിന്റെ തഹജ്ജുദ് നിസ്കരിക്കുന്നവർ സുന്നത്തായി ഉറങ്ങേണ്ട ഇടമായ ളുഹുറിന് മുമ്പുള്ള വറക്ക്, ഭക്ഷണം കഴിച്ചിട്ടുള്ള വറക്കല്ലാതെ നിസ്കാരത്തിനെ ബാധിക്കുന്നു, നിസ്കാരത്തിന് ക്ഷീണമുണ്ടാക്കുന്നു, നിസ്കാരത്തിന്റെ ആവേശം കുറക്കുന്നു, അത് മറ്റു പല തകരാറുകൾക്കും കാരണമാകുന്നു. അസർ കഴിഞ്ഞിട്ടുള്ള വറക്ക് അതിനേക്കാൾ ആരോഗ്യമായി അവന്റെ മാനസിക താറുമാറാകാൻ വരെ ഇടയുള്ള ഒന്നാണ്. സുബഹി ഖളാകുന്നത് വരെ ഉറങ്ങാനും പാടില്ല. ആ സമയമല്ല ഉറങ്ങേണ്ട ഇടം. ളുഹുറിന് മുമ്പ് ളുഹുർ ബാങ്കാകും എണീക്കുന്ന പോലെ തഹജ്ജുദിന് എണീറ്റവർ ളുഹുറിന് മുമ്പ് ഉറങ്ങുന്ന അരമണിക്കൂറിന്റെ വറക്ക് അവന്റെ ആരോഗ്യത്തെ പിടിച്ചു നിർത്താൻ, അവന്റെ യൗവനം കൂട്ടാൻ, അവന്റെ മുറാദുകൾ ഹാസിലാവാൻ, അവന്റെ മൗലുടെ മൈഗ്രെയിനുകൾ മാറാൻ, തലവേദനകൾ മാറാൻ, വിഷമങ്ങൾ മാറാൻ, മനസ്സിന് സമാധാനം കിട്ടാൻ ഒക്കെ മതിയായ ഒന്നാണ് തഹജ്ജുദ് നിസ്കരിക്കാൻ എണീറ്റ് ദുഹാ നിസ്കരിച്ചു കഴിഞ്ഞ് ഒന്നൊരൽപ്പം മയങ്ങുക, ളുഹുറിന് മുമ്പായി കുറച്ചൊന്ന് ഉറങ്ങുക. ആ ഉറങ്ങുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്, കുടുംബജീവിതത്തിന് നല്ലതാണ്, മനസ്സമാധാനത്തിന് നല്ലതാണ്. അങ്ങനെയുണ്ട് ഖൈറായ ഉറക്കം. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഖൈറായത് വിധിക്കണം അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു നിന്റെ സ്വഭാവം നന്നാകണോ, നിന്നെ കാട്ടിയും താഴെയുള്ളവർ അല്ലെ, എത്ര കാലില്ലാത്തവർ, എത്ര കൈയില്ലാത്തവർ, എത്ര വീടില്ലാത്തവർ, എത്ര കാത് കേൾക്കാത്തവർ, എത്ര ക്യാൻസർ രോഗികൾ, എത്ര ആളുടെ ഉപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, മക്കൾ മരിച്ചു, കുടുംബം മരിച്ചു, അപകടത്തിൽ പെട്ടുപോയി, പല മരണങ്ങളും കേൾക്കുന്നില്ലേ, നമ്മൾ ജീവനോടെ ബാക്കിയില്ലേ. അൽഹംദുലില്ലാഹ്. താഴെയുള്ളവരിലേക്ക് നീ നോക്കണേ.
മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു. പിന്നെയും ഒരുപാട് പറഞ്ഞിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ അധികരിപ്പിക്കാൻ പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് നീ ജാസ്തിയാക്കണം. ഫഇന്നഹുന്ന മിൻ കൻസി തഹ്തൽ അർശ്. ഇത് അർശിന്റെ താഴെയുള്ള നിധിയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ചൊല്ലുന്നത് കൊണ്ട് സാമ്പത്തിക പ്രശ്നം തീരുന്നു, കുടുംബ പ്രശ്നം തീരുന്നു, മനസ്സമാധാനം കിട്ടുന്നു. ദിക്റിലൂടെയാണ്, നന്മയാണ് ദിക്ർ. ധാരാളം ദിക്റിന്റെ അല്ലേ ജമിയത്തുൽ മുതഅല്ലിമീൻ ദിക്ർ ഹൽഖ കമ്മിറ്റിയല്ലേ. ഈ ദിക്റിലൂടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഇതൊക്കെ നമ്മൾ ധാരാളം ചൊല്ലുമ്പോ നമുക്ക് വലിയ വലിയ പുണ്യങ്ങളാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നൊരു തവണ ചൊല്ലുമ്പോ, എന്നൊരാൾ ചൊല്ലുമ്പോ സ്വർഗത്തിൽ അവന് വേണ്ടി ഒരു മരം നടപ്പെടുകയാണ്. ഒരൊറ്റ സുബ്ഹാനല്ലാഹ് കൊണ്ട് സ്വർഗത്തിൽ മരം നട്ടുപിടിപ്പിക്കാൻ അവസരമാണെങ്കിൽ എത്ര സമയങ്ങളാണ് നമ്മൾ കൊന്നൊടുക്കുന്നത്. ദിക്റിലേക്ക് പോകണം. ദിക്ർ എല്ലാത്തിനും പരിഹാരമാണ്. ദിക്റിലൂടെ ജീവിച്ചവർ ആഖിബത്ത് നന്നാകുന്നു, പ്രശ്നത്തിന് പരിഹാരമേകുന്നു, ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരമാകുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അസീം ചൊല്ലുന്നവന്റെ ദോഷങ്ങൾ പൊറുക്കുന്നു, അവനക്ക് മക്കളുണ്ടാകുന്നു, അവന്റെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകുന്നു, അവന്റെ ടെൻഷനുകൾ മാറിപ്പോകുന്നു. ഖൽബ് ശുദ്ധിയാകാൻ നല്ലതാണ്, ഖൽബ് പ്രകാശിക്കാൻ നല്ലതാണ്. തൗബ ചെയ്യാൻ, തൗബ ചൊല്ലിയാൽ അത്തൗബത്തു അന്നദം, നല്ല ഖേദത്തോടെ തൗബ ചൊല്ലുന്ന ആളുകൾ അവർക്ക് റബ്ബ് തആലയുടെ അടുക്കൽ അംഗീകാരമുണ്ട്, അവർക്ക് വലിയ കാവലുണ്ട്, അവർക്ക് വലിയ സഹായമുണ്ട്, അവർക്ക് വലിയ നേട്ടമുണ്ട്. ധാരാളം തൗബ ചെയ്യുന്നവരാകണം. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സംഭവത്തിൽ കാണാം, അന്ന റജുലൻ മിൻ ബനി ഇസ്രായീല അതാ ഫാഹിഷ. തെറ്റെയ്തവനായിട്ട് ബനു ഇസ്രായേൽ ഒരാൾ വന്നു. എന്നിട്ടോ ഒരു പുഴയുടെ അടുത്ത് പോയി, യഗ്തസിലു ഫീഹി, അതിൽ കുളിക്കാനിറങ്ങി. ഫനാദാഹുൽ മാ, വെള്ളം വിളിച്ചു പറഞ്ഞു, യാ ഫുലാൻ, ഓ മനുഷ്യ, അമാ തസ്തഹീ, നീക്ക് നാണല്ലേ മനുഷ്യ, നീ നാണപ്പെടുന്നില്ലേ, നിനക്ക് നാണമില്ലേ, നീ ആ തെറ്റിൽ നിന്ന് തൗബ ചെയ്തിട്ടില്ലല്ലോ. ഇത് കേൾക്കേണ്ട താമസം അദ്ദേഹത്തിനോട് പിന്നെയും പറയുന്നു, ഓ മനുഷ്യ, നീ അല്ലാഹ്ക്ക് മാറ് കാണിക്കണ്ട, നീ അല്ലാഹുടെ തെറ്റ് ചെയ്യണ്ട, നീ അല്ലാഹുടെ എതിര് കാണിച്ചു പോകണ്ട. കുളിക്കാൻ വന്ന മനുഷ്യനും ഉയ്യൂനുൽ ഹികായയിൽ സംഭവം കാണാം. കുളിക്കാൻ വന്ന മനുഷ്യൻ ഓടിപ്പോകുന്നു, നാണം സഹിക്കവയ്യാതെ അല്ലേ. കുളിക്കാൻ വെള്ളത്തില് നമ്മളോട് വിറ്റ് കുളിക്കാൻ പോകുന്നേരത്ത് വെള്ളം സംസാരിക്കാൻ തുടങ്ങിയെങ്കിൽ നമുക്ക് ഖിയാമത്ത് നാളോളം കുളിക്കാണ്ടാവോ അല്ലേ? നമ്മളെ കൈ സംസാരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ജീവിക്കാൻ കഴിയോ? നമ്മുടെ കണ്ണ് സംസാരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ജീവിക്കാൻ കഴിയോ? ഇല്ലല്ലോ. കുളിക്കാൻ ഇറങ്ങുമ്പോ വെള്ളം, കുളി, ഇതൊക്കെ പല വിഷയങ്ങളാണ്. ഇവർ ചില തങ്ങളുടെ ഉപ്പ മരിച്ചപ്പോ എല്ലാരും കളിയാക്കിയിരുന്നു എന്നാണ് മൂപ്പർ. എല്ലാരും കളിയാക്കിയിരുന്നു. എണിക്കാൻ തുടങ്ങിയല്ല, നിർത്താനായ സീരിനെന്തില്ല, നിൽക്കുന്ന ചെല്ലുന്ന പോലത്തെ ഇല്ല, മുത്തിച്ചിട്ട് വരുന്നതായിരിക്കും. ബയൽ പറഞ്ഞിട്ട് മൂത്രം കെട്ടിക്കാൻ പാടില്ല, മൂത്രക്കല്ലുണ്ടാവും. ബയലിന്റെ സദസ്സിൽ മൂത്രക്കല്ല മുത്തിച്ചിട്ട് പോകണമെങ്കിൽ പോയി ഇത് കുറെ സമയം എന്തില്ല, കുറച്ചു നേരം കൂടി പറഞ്ഞിട്ട് നിങ്ങൾ നല്ല സംഭാവന നിങ്ങൾ പറഞ്ഞു തന്നെങ്കിൽ മേങ്ങിയിട്ട് നമുക്ക് ദ്വാരന്നിട്ട് പിരിയാ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ എല്ലാവരും കളിയാക്കിയോണ്ട ഒരു മനുഷ്യനാണ് മൂപ്പർ. ആൾക്കാരെ ശ്രദ്ധയിൽ നോക്കുമ്പോ ഒരു ഭ്രാന്തനെ പോലത്തെ ആൾ. എല്ലാരും കളിയാക്കും, നാട്ടുകാരെല്ലാം കളിയാക്കി ചിരിക്കും. തിരിച്ച് ചിരിക്കല്ലാതെ ഒരാൾക്കും മറുപടി പറയില്ല. എല്ലാത്തിനും ചിരി മാത്രമാണ്. നാട്ടുകാർക്ക് അയാൾ വലിയ വിഷയമല്ല. അങ്ങനെയാണ് ചില സ്ഥലത്ത് അല്ലെ. എല്ലായിടത്തും ചിരിക്കാനും പറ്റൂല, ചിരിക്കാതിരിക്കാനും പറ്റൂല. എല്ലാം ഇപ്പം പറ്റുന്ന ആളെ നോക്കി ചിരിച്ചെങ്കിൽ സന്തോഷം, പറ്റാത്ത ആളെ നോക്കി ചിരിച്ചെങ്കിൽ
നോക്കാം ഓ നമ്മളെ നോക്കി ചിരിച്ചല്ലേ ഓനി പഠിപ്പിക്കുന്നത് സുറൂന്ന് നീ എന്തര മെല്ലയും അല്ലെ ഇപ്പൊ ഗലാട്ടൊക്കെ കാരണം എന്ത് വേണം ഇതിന്റെ അടുത്തൊരു നല്ല കുത്തുവായി എന്തേന്നിട്ട് എന്തില്ല ഓ എന്നെ നോക്കിട്ട് മെലിഞ്ഞ ഉസ്താദ് മെലിഞ്ഞ ഓനോട് കേട്ട് നീ മെലിഞ്ഞ ഞാൻ മെലിഞ്ഞിട്ടില്ല എനിക്ക് പുറം കടിച്ചിട്ട് ഇങ്ങനെ ആക്കി പുറം ചോദിച്ചു ഞാൻ ഓനി മെലിഞ്ഞിട്ടില്ല ഞാൻ ഇനി ഓനി മെല്ലെ നോക്കിയേക്കാം ഓ ചെന്നില്ല ഉസ്താദ് ഓ നോക്കും എന്നെ നോക്കിയിട്ട് അങ്ങനെ ആക്കി ഞാൻ അപ്പൊ ഗലാട്ടൊക്കെ എന്ത് വേണ്ട പ്രത്യേക കാരണം എന്റെ മെല്ലയിൽ നിന്ന് കേട്ടിട്ട് കൊടുക്കുന്ന പൊളി അതിന്റെ ശേഷം ഒരാളോട് ഞാൻ കെട്ടിട്ട് എന്ത് ഇങ്ങനത്തെ ഒരു വിഷയമാണ് അപ്പൊ അവർ പറഞ്ഞു ഈ ഗലാട്ടക്ക് കാരണം ഇല്ലെങ്കിൽ എന്റെ മെലയിൽ നിന്ന് കെട്ടിട്ട് കൊടുത്താൻ കൈകൊള്ളി അതൊരു കാരണമാണ് എന്റെ മെലയിൽ അപ്പൊ തെറ്റാരുത് അപ്പുറത്തോ മെലിഞ്ഞിന്നർത്ഥം ഏതു ആകട്ടെ ഇവർ ചെലു തങ്ങൾ എല്ലാവരും കളിയാക്കുന്നു ചില നാട്ടിൽ അങ്ങനെ ഉണ്ടാവില്ല എല്ലാവർക്കും ഒരു കുസാലിന്റെ വസ്തു എല്ലാവർക്കും തമാശാക്കി ചിരിക്കുന്നു ഈ മനുഷ്യനൊന്നും ഉണ്ടൂല അങ്ങനെ അയാള് വഫാത്തായി മരിച്ചുപോയി മയ്യത്ത് കുളിപ്പിക്കാൻ വന്ന് വെള്ളൊഴിക്കാൻ നോക്കുമ്പോ മരിച്ചെടുക്കുന്ന മഹാനായ തങ്ങളുടെ ഉപ്പ അയാളുണ്ട് ആ കിടന്നേരത്ത് ഒറ്റ ചിരി മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾ പാച്ചല്ലേ അഡ്രസ് ഇല്ല അല്ലേ ഇല്ല അങ്ങനെ പേടിച്ചിട്ട് കുളിപ്പിക്കുന്ന ഇപ്പത്തല്ല വയല് കെട്ടതിന് ആര് കുളിപ്പിക്കാനേ പോയാൽ ഇതിന്റെ ഇടക്കുകളിൽ ഞങ്ങൾ കുളിപ്പിക്കുന്നില്ല ഉസ്താദ് എന്ത് ഓരോ തുള്ളി വീണുമ്പോ പാറക്കല്ല് വീണ പോലെ പറഞ്ഞിട്ട് വയൽ പറഞ്ഞു ഞങ്ങൾ കുളിപ്പിക്കുന്നില്ല മയ്യത്ത് കുളിപ്പിക്കുമ്പോ മയ്യത്തിന്റെ മുകളിൽ വീണുന്ന ഓരോ തുള്ളി വെള്ളവും മയ്യത്തിന്റെ മീത്ത പാറക്കല്ലിട്ട പോലത്തെ അത്ര വേദന ഉണ്ടാവും ഇങ്ങനെ പറഞ്ഞങ്ങാരം കുളിപ്പിക്കുക പിന്നെ അല്ലെ എന്തെങ്കിലും മയ്യത്തുമായി ബന്ധപ്പെട്ടതൊക്കെ ഉണ്ടാകാം ഒക്കെ ആകാം ഓരോ തുള്ളി വെള്ളവും ഓരോ പാറക്കല്ലിട്ട പോലെ ഇവരെ കുളിപ്പിക്കാൻ ഒരു പാട്ട വെള്ളം ഇപ്പൊ ചെറിയ വേദന ഒന്നും ഉണ്ടാവില്ല അതുണ്ട് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലായിക്കോളും ഞാൻ മസാലിന്റെ വശം പറഞ്ഞൊന്നുമല്ല അങ്ങനെല്ലാം പറഞ്ഞെങ്കിൽ കുളിപ്പിക്കോ ഇല്ല അങ്ങനെ പേടിച്ചിട്ട് കുളിപ്പിച്ചിട്ട് പിറ്റുന്ന വന്നിരിക്കുക സോക്കിന്റെ തന്നെയാക്കുന്ന സ്ഥലം റുവാനിന്റെ ഉപദ്രവമുണ്ട് മയ്യത്ത് കുളിച്ചപ്പോ നീ കൊച്ച വയറ് തടയിട്ടാമോ മയ്യത്ത് കരസപതിന് നിന്റെ കൊത്തു പിടിക്കാൻ വന്നതിന് ഇപ്പൊ ജോറുണ്ട് ഏത് വേറെ കച്ചവടം ഇല്ലാമോ ഇത് ജോറ് റുവാനിയത്തും ഹോൾസെൽ അടക്കാന്റെ കുറച്ച് ഇത് റുവാനി തന്നെ ഇടങ്ങേറ് ഏത് ആകട്ടെ അങ്ങനെല്ലാം പറഞ്ഞെങ്കിൽ മനുഷ്യന്മാർ ഇപ്പൊ ഇല്ല അങ്ങനെ പേടിച്ചിട്ടുള്ള ആട് നാൾക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ജീവിച്ചോണ്ടുള്ള ഏതാകട്ടെ മൂപ്പർ ചിരിച്ച് മയ്യത്ത് കുളിപ്പിക്കാൻ നേരത്തെ അളക്കിട്ട് പാഞ്ഞിട്ട് അമ്മ വേറെ കുറച്ചാൾ വന്നു എല്ലാവർക്കും ഉണ്ടാവല്ല അങ്ങനെ ഞങ്ങൾ നോക്കുന്നത് ഒരു കുപ്പിന്റെ മൂടെടുക്കുമ്പോ ഈ നോക്കുന്നിരിക്കുന്ന ഓനിന് നേരെ എടുത്തേക്കണ്ട നീ ഇപ്പറ കൊണ്ടാ ഓ എടുക്കുമ്പോൾ ആളെ പോലെ ഓൻ തിരിച്ചപ്പോ അപ്പുറത്ത് നീ ഇപ്പറ കൊണ്ടാ നോക്കുമ്പോ ലാസ്റ്റ് ആയിരിക്കും ആയെങ്കിൽ പിന്നത്തെ തിരിക്കുമ്പോ രാസ ഞാൻ തിരിച്ചെടുത്തിട്ട് എന്നൊരു തോന്നല് മാത്രം ഇയാളെ കുളിപ്പിച്ചിട്ട് ഇയാള് പാഞ്ഞു ഈ മനുഷ്യനെ ഇയാള് മഹാന എന്തെന്ന് പറയില്ല ആൾക്കാരെല്ലാം കളിയാക്കി ചിരിച്ചോണ്ടായ മനുഷ്യൻ വേറെ കൂട്ടരാൾ വന്നിട്ട് കുളിപ്പിക്കാൻ നോക്കി കുളിപ്പിച്ചിട്ട് വെള്ളെടുത്തിട്ട് ഒയ്ക്കണങ്ങളെ വെച്ചു ചിരിക്കാൻ തുടങ്ങി മരിച്ച മയ്യത്ത് ചിരിച്ചൊക്കെ എന്താവും ഇവിടെ അല്ലാത്ത ആൾ ചിരിച്ചൊക്കെ ഗുൽമാര് തീരുന്നില്ല ഇതിന്റെ ഇടയ്ക്ക് ഒരാണുങ്ങ ചിരിച്ചാല വേറെ ചിരിച്ചിനെ ആരുടെ പെണ്ണുങ്ങളോടൊന്നുമല്ല ഉറക്കില്ല എന്തോ ചിരിച്ചിനെ ഓള് ഭാര്യ അടിച്ചുകൊണ്ട് വന്നിട്ട് ആൾക്ക് എത്തിട്ടാകുമ്പോ ഈ മനസ്സ് ഉറങ്ങുന്നതുകൊണ്ട് ചിരിക്കുന്നതുണ്ട് വിളിച്ചിട്ട് കേട്ടാൽ നേരെ ചെല്ലണം ആരോട് ചിരിച്ചിനെ പെണ്ണുങ്ങളെ സംശയം എന്നല്ല പറഞ്ഞെങ്കിൽ എങ്ങനെ അപ്പുറത്തെ വറക്കായിട്ട് ഇഞ്ഞാണ് നോക്കി ചിരിച്ചിനല്ല ബെഡ്റൂമിൽ കിടന്നിട്ട് ഉറങ്ങുന്ന ചിരിച്ചിന് ഓളൊന്നെ കേൾക്കുന്ന നേരെ ചെല്ലണം ആരെ കണ്ടിനെ പോന്നു ഓനി ആരെ കണ്ടിട്ട് ഉറക്കുന്നു ഇങ്ങനെ വിളിച്ചെങ്കിൽ ആരെ കണ്ടിനെ ഓൾ നിൽക്കുവാണ് തട്ടിന് വിളിക്ക് കണ്ടതുമായി ഉള്ള ആർട്ട് പോകാൻ ജീവിതത്തിൽ ഒഞ്ഞത് ആ മാതിരി വിളിച്ചു കേട്ടിട്ട് ആരോട് ചിരിച്ചേ അങ്ങനെ കേട്ട അത്രയും സംശയം ചില ആൾ അങ്ങനത്തെ ഓരോ സംശയം തീരവില്ല അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ ഏതായാലും ആ മഹാൻ എന്താക്കി ചിരിച്ചു ആരാര് മയ്യത്ത് കുളിപ്പിക്കാൻ പോകുമ്പോഴും ഇയാൾ ചിരിക്കുന്ന ആർപ്പെടുന്നേ ഇല്ല ലാസ്റ്റ് പോയിട്ട് മക്കളും കുടുംബങ്ങളും പോയി ആ നാട്ടിൽ ജീവിച്ചിരിപ്പുള്ള ഒരു സൂഫിയായ മഹാനായ ആലിമിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഉപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുന്നില്ല ഉപ്പ ഒരു ജാതി ചിരിക്കുന്ന ആര് കുളിപ്പിക്കാൻ മമ്മ ചിരിക്കുന്നു അങ്ങനെ ആ മഹാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നു ആളെയും മക്കളെയൊക്കെ കൂട്ടി കുളിപ്പിക്കാൻ വേണ്ടി പോയിട്ട് വെള്ളമെടുത്ത് നോക്കണമെങ്കിൽ അയാളോട് ചിരിച്ചിട്ടാകുമ്പോ ഈ മഹാൻ പറഞ്ഞു മര്യാദക്ക് കിടക്കില്ല അങ്ങ് കുളിപ്പിക്കാതെ അങ്ങനെ കൊണ്ടുപോയിട്ട് പൂക്കാനുണ്ട് ഉണ്ടാതിരിക്കുന്ന ഇല്ലെന്ന് കേട്ടിട്ട് വെള്ളമെടുത്തിട്ട് ഉണ്ടാതെ കടന്നു ഇവരും ചില തങ്ങളുടെ ഉപ്പാന്റെ കഥയാണ് ഈ പറയുന്നത് കെട്ടുകഥയൊന്നുമല്ല അതായത് മൂപ്പറ ജീവിതകാലത്ത് എല്ലാരും ചിരിച്ചിട്ട് കളിയാക്കിയാല് മരിച്ചിട്ടാകുമ്പോ എല്ലാരും ഒന്ന് പേടിപ്പിച്ചിട്ട് പോയ അത്ര തന്നെ ഒരു തമാശ അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ ഒരു ചില തമാശകൾ ഏതുവാകട്ടെ എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ പല വശങ്ങളിലും സഞ്ചരിച്ചുകൊണ്ട് പോകുമ്പോ
നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എന്താണ് ആക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും അങ്ങനെയാണ്. എപ്പോഴും ചിരിക്കാനും എപ്പോഴും കരയാനും എപ്പോഴും ഒന്നും പറ്റിയതല്ല. സമയാസമയത്ത് ചിരിക്കേണ്ടയിടത്ത് ചിരിക്കണം, കരയേണ്ടിടത്ത് കരയണം. ഓരോന്നിനും വ്യത്യസ്തങ്ങളായ സമയങ്ങളുണ്ട്. കരച്ചിൽ വലിയ പുണ്യമാണ്. കൽബ് ശുദ്ധിയാകാൻ, കൽബിന്റെ കറകൾ നീക്കാൻ എല്ലാത്തിനും പറ്റിയ ഒന്നാണ്, എല്ലാത്തിനും മതിയായ ഒന്നാണ്. ലാ യലിജുന്നാറ അഹദും ബഖാ മിൻ ഖശിയത്തില്ലാഹ്. തൗബ ചെയ്തുകൊണ്ട് കരയണം, അല്ലാഹനെ പേടിച്ച് കരയണം. ഏതുമാകട്ടെ ബനൂ ഇസ്രായേലിൽപ്പെട്ട ആ മനുഷ്യനതാ പുഴയുടെ പക്കത്ത് പോയി കുളിക്കാൻ ഇറങ്ങുമ്പോ പുഴയാളോട് ചോദിക്കുകയാണ്, നിനക്ക് നാണല്ലേ, നീ അല്ലാഹ്ക്ക് മാറ് കാണിക്കുകയാണോ? പേടിച്ചുകൊണ്ട് വെള്ളത്തിൽ നിന്ന് ഓടിപ്പോയി. ഓടിപ്പോകുമ്പം പറഞ്ഞു, ഓ ഫുലാനെ, നീ അല്ലാഹ് മാറ് കാണിക്കല്ല, അല്ലാഹ് തെറ്റ് കാണിക്കല്ല. ആ മനുഷ്യൻ പോയി. അവിടെ 10-12 ആളുകൾ ഉണ്ടായിരുന്നു. യഅ്ബുദൂനല്ലാഹ അസ്സ വജൽ. അവർ അല്ലാഹുവിനെ ആരാധിക്കുകയായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ അവർ ഇരുന്നു. ഈ തെറ്റ് ചെയ്ത മനുഷ്യനിരുന്നു, ഈ കുറ്റം ചെയ്ത മനുഷ്യനിരുന്നു. അങ്ങനെ കുറച്ചു കഴിയുമ്പോ അവരെല്ലാവരും കൂടി ആ പുഴയുടെ പക്കത്ത് അവർ 12 ആളും അങ്ങോട്ട് പോയി കുളിക്കാൻ. ഈ മനുഷ്യൻ പോകുന്നില്ല, ഇയാള് പോകുന്നില്ല. ഇയാൾക്ക് നാണമാണ്. തൗബ ചെയ്തിട്ടുണ്ട്. 12 ആളും കുളിക്കാൻ പോയി. ഈ മനുഷ്യനാകട്ടെ കുളിക്കാൻ പോകുന്നില്ല. അപ്പോഴാ വെള്ളം ചോദിക്കുകയാണ്. നിങ്ങളുടെ കൂടെ 13ാമത് ഒരാളുണ്ടായിരുന്നല്ലോ, എവിടെ പോയി അയാള്? അപ്പോഴാ അവർ പറയുന്നു, അവൻ ഇവിടെ വരുന്നില്ല, അവൻ നാണമാണ്, അവൻ തെറ്റ് ചെയ്തവനാണ്, അവൻ കുറ്റം ചെയ്തവനാണ്. ഞാൻ ആ വെള്ളത്തിന്റെ അരികിലില്ല, ഞാൻ വരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളം പറയുന്നു, അയാളെ ഇങ്ങോട്ട് കൊണ്ടുവാ. അയാളുടെ കൂടെ എല്ലാവരും നിങ്ങൾ കുളിക്കരുത്, അയാളുടെ കൂടെ എല്ലാവരും കുളിക്കാൻ ഇറങ്ങരുത്. അയാളെയും നിങ്ങൾ കൊണ്ടുവരണം, നിങ്ങൾ സാഹിബിനെ കൊണ്ടുവരണം. അങ്ങനെ എന്നിട്ടപ്പോൾ വെള്ളം പറയാണ്, യാ സുബ്ഹാനല്ലാഹ്, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ദേഷ്യം പിടിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നത് അവരോടുള്ള വെറുപ്പ് കൊണ്ടാണോ, അവരോടുള്ള വിദ്വേഷം കൊണ്ടാണോ? അല്ലല്ലോ, അതുപോലെ വെറുപ്പ് കൊണ്ടല്ല ഞാൻ പെരുമാറിയത്. അയാളെ ഇങ്ങോട്ട് വിളിക്ക്. അയാളെ വിളിച്ചിട്ട് അയാളെ കുളിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ കുളിച്ചു. ആ കുളിക്കാൻ ഇറങ്ങുമ്പോ വെള്ളം വിളിച്ചുകൊണ്ട് പറയുകയാ, മനുഷ്യ, നീ പേടിക്കേണ്ടതില്ല, അല്ലാഹു നിങ്ങളുടെ തൗബ സ്വീകരിച്ചിട്ടുണ്ട്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ അവിടെ വെച്ച് മരിക്കുകയാണ്. ആ മരിച്ച ഇടത്ത് 10-12ഓളം ചെടികൾ മുളക്കുന്നു. പിന്നീട് കാലങ്ങൾക്ക് ശേഷം അവിടെയുള്ള 12 ആളുകൾ മരിച്ച് ആ 12 ആളുകളും ആ 12 മരത്തിന്റെ ചോട്ടിൽ മറവ് ചെയ്യപ്പെടുകയാണ്. എങ്ങനെ? തെറ്റ് ചെയ്ത തെമ്മാടിയായിരുന്ന മനുഷ്യന്, മോശം ചെയ്ത മനുഷ്യന്, ആ മനുഷ്യന്റെ തൗബ സ്വീകരിച്ചത് വെള്ളത്തിന് അറിയിക്കപ്പെടുകയും വിളിച്ച് കുളിപ്പിക്കപ്പെടുകയും കുളിച്ച ശേഷം മരിക്കുകയും മരിച്ചയിടത്ത് മുളച്ച തൈകൾ അത് പ്രകാശപൂരിതമാവുകയോ മഹാന്മാരായ 12ഓളം സാലിഹീങ്ങൾ ആ മരത്തിന്റെ ചോട്ടില് 12 ആളുകളെയും മറവ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് ആ മനുഷ്യന്റെ തൗബ മാറിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കരയണേ മുഅ്മിനേ, ഇരുന്ന് കരയണം. കൽബ് ശുദ്ധമാകാൻ, കൽബിന്റെ മോശങ്ങൾ മാറാൻ, കിബ്റുകൾ അസ്തമിച്ചു പോകാൻ, ചതികൾ കരിഞ്ഞു പോകാൻ എല്ലാത്തിനുമുള്ള മരുന്ന് കരയലാണ്. ഇരുന്ന് കരയണം, അല്ലാഹനെ ഓർത്തിട്ട് കരയണം. ദിവസത്തിൽ 1000 റക്അത്ത് നിസ്കരിക്കുന്ന